ഹേയ്, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ. ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ, അല്ലെങ്കിൽ വിളിക്കൂ. ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. പുതിയ ഓഫറുകളും ടെക്നിക്കൽ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. അയ്യപ്പസ്വാമിയോടുള്ള അഗാധമായ സ്നേഹം, ഭക്തി, വിശ്വാസം, സേവനം, സമർപ്പണം എന്നിവയെല്ലാം കോർത്തിണക്കി ചേലക്കരയിൽ നിന്നും നിർമ്മിച്ച ഒരു വ്യത്യസ്തമായ ആൽബം ഗാനത്തിന്റെ വിശേഷം കാണാം. MS മ്യൂസിക് സോണിന്റെ ബാനറിൽ ശ്രീകുമാർ മാമ്പറ്റ നിർമ്മിച്ച എന്റെ ശബരിഗിരീശൻ എന്ന ആൽബം പ്രകാശനം ചെയ്തു. ശ്രീകുമാർ മാമ്പറ്റയുടെ അമ്മ ശ്രീദേവി മാമ്പറ്റയും സംവിധായകൻ റഷീദ് പാറക്കലും ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഞാൻ ശ്രീകുമാർ മാമ്പറ്റ. ഇന്ന് വീണ്ടും ഒരു വീഡിയോ സോങ്ങുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അയ്യപ്പസ്വാമിയുടെ സോങ്ങാണ്. എൻ്റെ ശബരിഗിരീശൻ എന്നാണ് ഈ ആൽബത്തിൻ്റെ പേര്. ഇതിൻ്റെ പ്രകാശന ചടങ്ങ് ചെയ്തിട്ടുള്ളത് അമ്മയാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ സുഹൃത്തായിട്ടുള്ള റഷീദ് പാറക്കലാണ്. ഇതിന് ഈണം നൽകിയിട്ടുള്ളത് ജയരാജ് കടവൂരാണ്. ഇത് ആലപിച്ചിട്ടുള്ളത് എൻ്റെ സുഹൃത്തായിട്ടുള്ള രാജ്മോഹൻ കൊല്ലമാണ്. എല്ലാവരും ഈ ഗാനം ആസ്വദിക്കണം, കേൾക്കണം, സപ്പോർട്ട് ചെയ്യണം. ദിനമെനിക്കായി നടത്തുറക്കും എൻ്റെ ശബരിഗിരീശൻ ഇറങ്ങി വരും. ഒരു ദിനമെനിക്കായി നടത്തുറക്കും എൻ്റെ ശബരിഗിരീശൻ ഇറങ്ങി വരും. അംഗപരിമിതനായ ഒരു ഭക്തന്റെ ശബരിമലയിലെ 18ാം പടി കയറി അയ്യപ്പനെ കണ്ടു തൊഴണമെന്ന അടങ്ങാത്ത ആഗ്രഹവും ഭക്തനെ കാണാനായി എത്തിയ ഭഗവാൻ ദർശനം നൽകുന്നതുമാണ് ഗാനത്തിന്റെ ഇതിവൃത്തം. കൈനീട്ടും കയ്യിൽ പിടിച്ചു ഞാൻ മല കയറും അന്നെന്നാത്മാവിൽ സംക്രമ പ്രഭവിടരും. ഒരു ദിനമെനിക്കായി നട തുറക്കും എൻ്റെ ശബരിഗിരീശൻ ഇറങ്ങി വരും. വടക്കാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമായാണ് ഗാനത്തിന്റെ ചിത്രീകരണം നടന്നത്. ശ്രീകുമാർ മാമ്പറ്റ നിർമ്മിച്ച ഗാനത്തിന്റെ വരികൾ എഴുതിയതും സംവിധാനം നിർവഹിച്ചതും സിനിമാ സംവിധായകൻ റഷീദ് പാറക്കലാണ്. ഏത് കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീകുമാർ മാമ്പറ്റ. അദ്ദേഹമായിട്ട് ഞാൻ ഒരുപാട് വർക്കുകളായി അടുത്തടുത്ത് ചെയ്യുന്നു. അപ്പോൾ അതിലെനിക്ക് ഏറെ തൃപ്തികരമായൊരു വർക്കാണ് ഇപ്പോൾ നടന്നത്. അത് എൻ്റെ കഥയ്ക്ക് അനുസരിച്ച് ഞാൻ ലിറിക്സ് എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹം തന്നതുകൊണ്ടാണ് അത് നടത്തിയത്. അത് നിങ്ങൾ കണ്ട് ഈ വർക്ക് വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്. ഈ ആൽബത്തിൽ നമ്മളിപ്പോൾ അതിൻ്റെ ജയരാജ് എന്ന് പറയുന്നൊരു സുഹൃത്താണ് അതിന് മ്യൂസിക് ചെയ്തത്. അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് അതിനുള്ള അവസരം നൽകിയത് ഈ പാട്ട് പാടിയ രാജ്മോഹനാണ്. അപ്പോൾ സാധാരണ ഷാജി ചലക്കരയാണ് എൻ്റെ പാട്ടുകളൊക്കെ അയ്യപ്പൻ പാട്ടുകളൊക്കെ ചെയ്യാറ്. പക്ഷേ അത് രാജ്മോഹൻ വഴി ജയരാജിലേക്ക് എത്തുകയും അതിൻ്റെ നിയോഗം അതായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ കണ്ടന്റ് പറഞ്ഞിരുന്നു, ഈ സബ്ജക്റ്റ് ഇങ്ങനെ വേണമെന്ന്. മാത്രമല്ല എൻ്റെ നാട്ടിലുള്ള വിജീഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ അംഗപരിമിതി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പാട്ട് എഴുതിയത്. ശബരിമലയിലേക്ക് കയറാൻ പറ്റാത്തൊരു വ്യക്തിയുടെ അടുത്തേക്ക്
അയ്യപ്പസ്വാമി ഇറങ്ങി വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിലാണത്. ഒരിക്കലും ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ് ഈ വിജീഷ്. പക്ഷേ നമ്മുടെ ഒരു ആത്മവിശ്വാസമാണ്. അതുപോലെ ശ്രീകുട്ടൻ എന്ന് പറയുന്ന എൻ്റെ അയൽവാസിയായിട്ടുള്ളൊരു പയ്യനെ ഞാൻ അദ്ദേഹത്തിൽ അയ്യപ്പസ്വാമിയെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ അഭിനയിപ്പിച്ചു. അതുപോലെ റസാക്ക് പോലുള്ള കുറേ സുഹൃത്തുക്കൾ, ഇവരൊക്കെ വലിയ അഭിനേതാക്കളായിട്ടല്ല, പക്ഷേ അവർ ആത്മാർത്ഥമായിട്ട് അതിൽ ജീവിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് കൂടിയിട്ടാണ്. പിന്നെ ഈ അനുഗ്രഹം, ഈ വീടിൻ്റെ ഒരു പൊതു അനുഗ്രഹമുണ്ട്. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഐശ്വര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് എന്തിറങ്ങിയാലും അത് മോശമാവില്ല എന്നുള്ള ആത്മവിശ്വാസം എനിക്ക്. ശ്രീയേട്ടൻ പിന്നെ അതിൽ നല്ലൊരു കഥാപാത്രം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ മുഖത്ത് ആ ക്യാരക്ടറിനോടുള്ള, നായകനോടുള്ളൊരു ഭാവവ്യത്യാസം വളരെ നമുക്ക് നോക്കിയാൽ അറിയാം. കേവലം അഭിനയം മാത്രമല്ല, അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. അത് മുന്നേക്കൂട്ടി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ ഒരു കലാകാരനായതുകൊണ്ട് കൂടി അത് പറയാതെ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സംഗീതബോധം മനസ്സിലുള്ളതുകൊണ്ട് ആ താളം കൃത്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഈ ചേലക്കര കുറേ പരിസരത്ത് നോക്കി, പക്ഷെ എൻ്റെ മനസ്സിൽ പറ്റുന്ന വിഷ്വലില്ലാത്തതുകൊണ്ട് ഞാനത് വടക്കാഞ്ചേരി, എൻ്റെ വീടിൻ്റെ പരിസരം തന്നെയാണ് ഞാൻ ചെയ്തത്. ഞാൻ എൻ്റെ ആദ്യത്തെ സമീർ എന്ന് പറയുന്ന സിനിമയ്ക്കും രണ്ടാമത്തെ കുട്ടൻ്റെ ചിനിയാമി എന്നുള്ള സിനിമയ്ക്കും ഒക്കെ ആ ലൊക്കേഷൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏത് ആംഗിളിൽ എടുത്താലും ഇനിയും ബാക്കി കിടപ്പുണ്ട്. നിർമ്മാതാവായ ശ്രീകുമാർ മാമ്പറ്റ, വിജീഷ്, ശ്യാം, റസാഖ് പത്തുകുടി, മനോജ്, സുന്ദരൻ എന്നിവരാണ് ഗാനത്തിലുടനീളം അഭിനയിച്ചത്. കടവൂർ ജയരാജ് ഈണം നൽകിയ ഗാനം ആലപിച്ചത് രാജ്മോഹൻ കൊല്ലമാണ്. മല കയറും അന്നാത്മാവിൽ സംക്രമ പ്രഭവിടരും ഒരു ദിനമെനിക്കായി നട തുറക്കും എന്റെ ശബരിഗിരീശൻ ഇറങ്ങി വരും. ശരത്, അസീസ് എന്നിവരാണ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിട്ടുള്ളത്. സുന്ദരൻ, ഡിറ്റിറ്റോ ഫ്രാൻസിസ് എന്നിവരാണ് മേക്കപ്പ്. ഷാൻ, സംഗീത് എന്നിവർ പ്രോഗ്രാമിംഗും രവി അടൂർ ഓടക്കുഴലും ഷാൻ കൊല്ലം മിക്സിംഗും നിർവഹിച്ചു. ആൽബത്തിന്റെ പ്രകാശനം ശ്രീകുമാർ മാമ്പറ്റയുടെ അമ്മ ശ്രീദേവി മാമ്പറ്റയും സംവിധായകൻ റഷീദ് പാറക്കലും ചേർന്നാണ് നിർവഹിച്ചത്. പ്രകാശന ചടങ്ങിൽ വാർഡ് മെമ്പർ ശുഭലക്ഷ്മി, ഷാജി ചേലക്കര, നവീൻ, റസാഖ് പത്തുകുടി, സംവിധായകനായ റഷീദ് പാറക്കൽ, ശ്രീകുമാർ മാമ്പറ്റയുടെ കുടുംബാംഗങ്ങളായ ശ്രീദേവി ശശിധരൻ, മഞ്ജു ശ്രീകുമാർ, ശ്രീലയ ശ്രീകുമാർ, ശ്രീരാഗ് ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുമാരേട്ടന്റെ ഈ പ്രൊജക്റ്റും വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പാട്ട് ഞാൻ കേട്ടു. വളരെ മനോഹരമായൊരു പാട്ടാണ്. വരികളായാലും സംഗീതമായാലും ഇതിൻ്റെ വിഷ്വലൈസേഷൻ ആയാലും വളരെ നല്ല രീതിയിൽ അതിനെ ചിത്രീകരിച്ച് നമ്മുടെ റഷീദ് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഇത് ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ തുടക്കത്തിലേ പറയുന്നുണ്ട്, MS-ന്റെ തുടക്ക ഗാനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ദേശത്തിൻ്റെ കാളപ്പാട്ട് നവീൻ പറഞ്ഞ പോലെ വരുന്നുണ്ട്. അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഒരു സോങ് വരുന്നുണ്ട്. അതുപോലെ ഒരു നല്ല മാപ്പിള സോങ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ MS-ലൂടെ വരാനിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും അനുഗ്രഹിക്കുക. താങ്ക് യു. അയലത്തെ സ്വാമിമാരേറുമുടിക്കെട്ടേന്തി കാലടി നീട്ടിവച്ച് നടക്കുമ്പോ അയലത്തെ സ്വാമിമാരേറുമുടിക്കെട്ടേന്തി കാലടി നീട്ടിവച്ചു നടക്കുമ്പോൾ അറിയാതെ മിഴി നിറയാറുണ്ടെന്നയ്യപ്പ, അറിയാതെ മിഴി നിറയാറുണ്ടെന്നയ്യപ്പ, ആത്മാവിൽ നോവിൻ്റെ ചിറകടിക്കും ഞാനാരോരു. ഏറെ താമസിയാതെ തന്നെ നമ്മളെ എല്ലാ കൊല്ലം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. 2023 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കാളപ്പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്നോണം അതിലുപരി വളരെ അടിപൊളിയായിട്ട് തന്നെ പറയാം. അടുത്ത ദിവസം തന്നെ കാളപ്പാട്ട് റിലീസ് ഉണ്ടാവും. ഷാജി, ഇത്തരം ആളുകളെല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ ശ്രീകുമാർ ദുബായിൽ നിന്ന് വന്നാൽ അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തിയാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ശബരിഗിരീശൻ എന്ന ഈ സോങ്ങിൻ്റെ ചിത്രീകരണ വേളയിലൊക്കെ ഞാനുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഒരു കുറവ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീയേട്ടനാണ്. മൂപ്പരെ
സാന്നിധ്യം ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ. അങ്ങനെ എന്തായാലും ഈ ഒരു പരിപാടി വമ്പിച്ച വിജയമാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു ദിനമെനിക്കായി നട തുറക്കും എൻ്റെ ശബരിഗിരീശൻ ഇറങ്ങി വരും. 18 പടി കേറാൻ കഴിയാത്തൊരെന്നേർക്ക് വാത്സല്യപൂർവം കൈനീട്ടും. ആ കയ്യിൽ പിടിച്ചു ഞാൻ മലക്കയറും. അന്നെന്നാത്മാവിൽ സംക്രമ പ്രഭവിടരും. ഒരു ദിനമെനിക്കായി നട തുറക്കും എൻ്റെ ശബരിഗിരീശൻ ഇറങ്ങി വരും. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ സ്വാമിയേ. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. 49,999 രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരവസരം. ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, LED ഹെഡ്ലൈറ്റ്, വിശാലമായ സ്റ്റോറേജ് സ്പേസ്, ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത. അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ്, ഉദുവടി, ചേലക്കര. ഫോൺ 6238627700 9567597700.